നമസ്കാരം, ഞാൻ ശ്യാം മോഹൻ കോട്ടയം. ഇന്നത്തെ ഒരു വീഡിയോ പുതിയ വാദ്യമാണ്, ഒരു വാദ്യം. ഇത് രണ്ട് നേരത്തെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത ഓൾറെഡി നേരത്തെ ചെയ്തതാണ്. ഇതാണ് എൻ്റെ പുതിയ വാദ്യം ചെയ്തേക്കുന്നത്. ഇത് ഉണ്ണി എൻ്റെ സ്റ്റുഡൻ്റാണ്. ഉണ്ണി നല്ലൊരു ഉഗ്രൻ മൃദംഗ ആർട്ടിസ്റ്റാണ്. സ്ഥലം എറണാകുളത്താണ്. ഇത് മഹേഷ്, ഇതും എൻ്റെ സ്റ്റുഡൻ്റാണ്. മഹേഷ് മുതലാണ് ഞാൻ ഉണ്ണിയെ പരിചയപ്പെടുന്നത്. മഹേഷ് നല്ലൊരു വോക്കൽ ആർട്ടിസ്റ്റാണ്. വോക്കൽ ചെയ്യുന്ന കച്ചേരി ചെയ്യുന്ന ആളാണ്. അപ്പം ഈ രണ്ട് വാദ്യം നേരത്തെ ഉണ്ണി എൻ്റെ അടുത്ത് മേടിച്ചാണ്. ഞാനിതൊരു 6 മാസം മുന്നേ ഇത് കൊടുത്താണ് ഈ വാദ്യം. ഇതുപോലെ വർക്കെല്ലാം ചെയ്ത് നേരത്തെ കൊടുത്ത വാദ്യമാണ്. ഒരു 4 വാദ്യം. ഇതൊരു 4 വാദ്യം. പിന്നെ ഇത് 2.5 നേരത്തെ ചെയ്ത വാദ്യമാണ് കേട്ടോ. ഇത് 2 ട്യൂൺ ചെയ്യാൻ കൊണ്ടതാണ്. ഇതിപ്പം മുക്കാലിനാട്ടും ഒന്നിനും വേണ്ടി ചെയ്തൊരു വാദ്യമാണ്. ഇത് 7 ഇഞ്ച് പാവട്ടം, 7 ഇഞ്ച് പാവട്ടം, 8 ഇഞ്ച് ഇടത്തിലെ പാവട്ടം, 24 ഹൈറ്റ്, 37 ഇഞ്ച് പണ്ടി വണ്ണം. പിന്നെ ആർട്ട് വർക്കുകൾ, ഈ ആർട്ടിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഓൾറെഡി ഇത് FB ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇപ്പോഴാണ് വാദ്യം ഫുള്ള് ഫിനിഷ്ഡ് ആയത്. ഈ കട്ട വുഡ് ആഞ്ഞിലിയാണ് കേട്ടോ, പ്ലാവല്ല, ആഞ്ഞിലി കട്ടയാണ്. ഇവിടെ ഞാൻ തന്നെ എടുത്ത് ചെയ്ത കട്ടയാണ്, ഞാൻ തന്നെ പറഞ്ഞ് ചെയ്ത കട്ടയാണ്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി വുഡാണ്, ഫുൾ കാതൽ കട്ടയാണ്. പിന്നെ ആർട്ട് ചെയ്തത് എൻ്റെ അനുജനാണ്, മനു. ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. ഇത് ഹാൻഡ് കൊണ്ട് വരച്ചെടുത്ത ആർട്ടാണ് കേട്ടോ. ഇത് സ്പ്രേ അല്ല. ഇത് 2 ഗണ്ണ് വെച്ച് സ്പ്രേ ചെയ്തെടുത്താണ്. പക്ഷേ ഇത് വരച്ചെടുത്ത ആർട്ടാണിത്. അപ്പോൾ നമുക്കൊന്ന് ടോണൊന്ന് കേട്ട് നോക്കാം. ലേശം വിളി കൂടിയ മൂട്ടാണ്. കാരണം ഇവരൊക്കെ ഭയങ്കര ചാപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എനിക്ക് വരുന്ന മിക്ക കസ്റ്റമേഴ്സുകളും ചാപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കാരണം വെച്ചാൽ പൊതുവെ അഭിപ്രായമുണ്ട് എൻ്റെ മൂട്ടിന് വിളി കൂടുതലാണ്. പക്ഷേ ഞാനായിട്ട് ചെയ്യുന്നതല്ല, എന്നോട് പറഞ്ഞ് അങ്ങനെ ചെയ്യിക്കുന്നതാണ്. ഞാനിപ്പം കണ്ണൂരുള്ള ആർഡർ ബൗസാറൊക്കെ ഞാൻ എന്തുമാത്രം ടോൺ കിട്ടിയാലും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അതുപോലെ മഹേഷേട്ടൻ, അതുപോലെ തന്നെ ഞാൻ പിന്നെ ഹരിപ്പാട് MS രായ സാറ്, അതുപോലെ തന്നെ പിന്നെ പരിയാനംപറ്റ ബാബുരായ മാഷ്, ഇവർക്കൊക്കെ ഏറ്റവും ടോണാണ് ഏറ്റവും ആവശ്യമുള്ളത്. എല്ലാവരും ആഗ്രഹിച്ചാൽ ചേട്ടാ നല്ല ടോൺ വേണം, നല്ല സസ്റ്റെയിൻ വേണം, ചാപ്പ് നല്ല ഇങ്ങനെ നിറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ആ രീതിയിലുള്ളൊരു തിക്നെസ് വളരെ കുറഞ്ഞ ലെതർ, പിന്നെ അതുപോലെ എല്ലാം ഒരു ടെക്നിക്കലായിട്ട് ചെയ്യുന്നൊരു സമ്പ്രദായമാണ് ഞാൻ എൻ്റെ വർക്ക് വന്നത്. അതിനകത്ത് ഒരു തനതായ ശൈലി കണ്ടെത്തുന്ന ഒരു തബല മൃദംഗ മേക്കറാണ് ഞാൻ. ചിലപ്പം ട്രഡീഷണൽ ആയിട്ട് വയ്ക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇത്രയും വിളി ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അവർക്കൊരു കുറച്ചും കൂടെ ഒതുങ്ങിയ ചാപ്പായിരിക്കും ചിലപ്പം. പക്ഷേ അതിൻ്റെയൊക്കെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു ടൈപ്പ് ഇപ്പോൾ മാറിപ്പോയി. കാരണം വെച്ചാൽ ട്രഡീഷണൽ രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം വിദ്വാൻമാർ ലിസ്റ്റെടുത്താൽ ഇപ്പം പത്രി സാറ്, അതുപോലെ തന്നെ ശിവരാമ സാറ്, അതുപോലെ തന്നെ ഹരിമാർ സാറ്, ഇവരൊക്കെ ഭയങ്കര സസ്റ്റൈനുള്ള ടോണുള്ള വാദ്യം വെച്ചാൽ ഇപ്പോൾ വായിക്കുന്നത്. ഹരിമാർ സാറൊക്കെ എൻ്റെ വാദ്യം ഒരുപാട് വേദിയിൽ വായിച്ചിട്ടുണ്ട്. തുരീയ ഫെസ്റ്റിവലിലൊക്കെ എല്ലാ വർഷവും വായിക്കുന്ന മാഷ് സാറ്. അറുബാബു സാറിൻ്റെ വാദ്യം എടുത്തിട്ട് എൻ്റെ വാദ്യം എല്ലാ വർഷവും സാറ് വായിക്കാറുണ്ട്. ഒക്കെ ടോണെല്ലാം ചാപ്പുള്ള വാദ്യമാണ്. ഞാൻ പാലക്കാട് മഹേഷേട്ടൻ്റെ 7 ഇഞ്ച് വീഴ്ചയുള്ള വാദ്യം ഞാൻ കട്ട സഹിതം കൊടുത്തിട്ടുണ്ട്. അതാണ് 4 കട്ട സെറ്റ് ചെയ്തത്. 7 ഇഞ്ച് വീഴ്ചയുള്ള വാദ്യം ഞാൻ 4 ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വിളി കൂടി ഒരു വാദ്യമാണ്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു ടൈപ്പിലും വാദ്യം ചെയ്യാം. അതല്ല ഇനിയിപ്പം ഇത്രയും ടോൺ സസ്റ്റെയിൻ വേണ്ട, കുറച്ചും കൂടെ ഒതുങ്ങിയ ടൈപ്പാണ് പറഞ്ഞാലും അങ്ങനെയും ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ
മൃദംഗം പഠിച്ച വ്യക്തിയാണ്. മൃദംഗം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാറില്ല, ഇപ്പം വർക്ക് മാത്രമാണ്. ഞാൻ മൃദംഗം സ്റ്റേറ്റ് വിന്നറായിരുന്നു സ്കൂൾ ടൈമിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല. ഇപ്പോൾ കൈയൊക്കെ തിരിഞ്ഞ് വരാൻ ഭയങ്കര പ്രയാസമാണ്. സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന തബലയാണ് പോലും സ്റ്റേറ്റ് വിന്നറായത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടോൺ മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഉണ്ണി, എന്താ നിങ്ങൾക്ക് അഭിപ്രായം വാദ്യത്തെക്കുറിച്ച്, വർക്കിനെ കുറിച്ച് പറയും 2 വാക്ക്? അത് കഴിഞ്ഞ തവണ 2 തവണ 2 മൃദംഗം ആദ്യം ചെയ്തു തന്ന 2 മൃദംഗവും വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം നേരത്തെ ഞാൻ പല മൃദംഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ടോണിൻ്റെ സുഖം വായനയിൽ കിട്ടുന്നത് ഈ 2 മൃദംഗത്തിലൂടെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത് ഇപ്പം ഒരു മൃദംഗം കൂടി സാറിൻ്റെ ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ മൃദംഗത്തിൻ്റെ സുഖവും വായിക്കാനുള്ള സുഖവും ടോണുമാണ് പ്രധാനം. അത് സാറ് വളരെ ഭംഗിയായിട്ടാണ് എല്ലാ മൃദംഗങ്ങളിലും ചെയ്യുന്നത്. വർക്ക് ഫുള്ള് ആർട്ട് വർക്കാണേലും കുട്ടിയുടെ ഭംഗിയാണേലും പ്രസൻറ്റേഷൻ എല്ലാം വളരെ ഭംഗിയാണ്. ടോൺ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം 10-ാം തീയതിക്ക് ഇപ്പം നവരാത്രി സമയമല്ല ഇപ്പോൾ, അതുകൊണ്ട് 10-ാം തീയതി ഇപ്പം മഹേഷിൻ്റെ കച്ചേരി ഉണ്ട്. അതിനുവേണ്ടി തന്നെ പുതിയ വാദ്യം ഫ്രഷായിട്ട് ചെയ്യിച്ചെടുത്താണ് ഈ കച്ചേരി വായിക്കാൻ വേണ്ടി. വേറെ വാദ്യം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു പുതിയ വാദ്യം വാങ്ങണം. അതുപോലെ 7 ഇഞ്ചിൻ്റെ വാദ്യം ഉണ്ടെങ്കില്ലായിരുന്നു. അപ്പം ഇതൊരു 6.25 ഇഞ്ചാണ്, ഇത് 6.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ വാദ്യം വേണമായിരുന്നു. അപ്പം അത്യാവശ്യം വേണം 3/4 ഇറക്കങ്ങൾ ചെയ്യാം. അപ്പം ബിക്കും സിക്കും സി ഷാർപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാദ്യമുണ്ട്. എന്നാലും മഹേഷ് മുഖാന്തരം ഞാൻ ഉണ്ണിയെ പരിചയപ്പെട്ട് മഹേഷിന് ഒരുപാട് നന്ദിയുണ്ട്. അവർ ഉണ്ണിക്കും താങ്ക്സ്. എന്തായാലും ഇങ്ങനെ ഒരു 3 വാദ്യം ജയിച്ചു. ഇനിയിപ്പോൾ ഒരു എച്ചുകെട്ടങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടേക്കാണ്. ഇതുപോലെ തന്നെ ഒരു ആർട്ടൊക്കെ ചെയ്തുകൊണ്ട് അത് പ്ലാവിൻ്റെ കട്ടയിലായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വാദ്യത്തിന് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ നമ്പർ 9747784977. ശ്യാം മോഹൻ, കോട്ടയം ഭാഗത്താണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.